ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറയാനല്ല വന്നിട്ടുള്ളത്, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ്. സാധാരണ നമ്മൾ ഡോക്യുമെൻ്ററീസൊക്കെ കാണാറുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു ഡോക്യുമെൻ്ററി നമ്മളെ പിടിച്ചിരുത്തിയായിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം കൊണ്ടുവരും. ഈ ഡോക്യുമെൻ്ററി അതിൻ്റെ ഡയറക്ഷൻ ആണോ, അതിൻ്റെ ആ സംഭവത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാവുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നടന്നത് കൊണ്ടാണോ, എന്താണെന്ന് അറിയില്ല. ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി പോലെ വരും. അത് ഒരു ഡോക്യുമെൻ്ററിയാണ്, കുറച്ച് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുറച്ച് വീഡിയോ കാണിക്കുന്നു. എന്നിരുന്നാലും കൂടി നമ്മുടെ ഉള്ളിൽ ഒരു ഭയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നല്ല, തമ്പനയിലുണ്ട് കറി ആൻഡ് സൈനൈഡ് എ ജോളി ജോസഫ് കേസ് എന്നുള്ളതാണ്. കൂടത്തായിൽ നമ്മുടെ ജോളി ജോസഫിൻ്റെ കേസ് ഉണ്ടായിരുന്നു. ഒരു 2002 മുതൽ എനിക്ക് തോന്നുന്നത് 2016 വരെ, 2002 മുതൽ 2016 വരെയുള്ള ടൈം ഗ്യാപ്പിൽ 6 കൊലപാതകങ്ങൾ, അതും സെയിം പാറ്റേൺ സൈനൈഡ് ഉപയോഗിച്ചിട്ട്. ഈ 5 കൊലപാതകങ്ങളിലും സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ 6ാമത്തേൽ പെട്ടുപോയി. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ പറയുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ തോന്നിയില്ല, എല്ലാവരോടും പറയണമെന്ന് തോന്നി. അതായത് ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, കാണാത്തവരാണെങ്കിൽ കാണണം. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയാതിരിക്കുകയോ അതിനടുത്തുള്ള ഒരു സസ്പെൻസോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ജോലി ചേച്ചി എങ്ങനെയാണ് അവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ദ വേ നമ്മുടെ ഡയറക്ടർ അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതി, ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ ഒറിജിനൽസ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഒറിജിനൽസ് അന്യായം കേട്ടോ. സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത് ശാലിനി ഉഷാദേവി എന്നുള്ള ഒരു പുള്ളിക്കാരിയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഒറിജിനൽസ് അല്ല കേട്ടോ, ഇന്ത്യ ടുഡേ ഒറിജിനൽസ്. സോറി, എനിക്ക് തെറ്റിപ്പോയതാണ്, ഇന്ത്യ ടുഡേ ഒറിജിനൽസ്. ഓക്കെ, ഇത് റിലീസായത് 22 ഡിസംബർ 2023 അപ്പോൾ ഇതിൽ ഈ ജോലിയുടെ ആൾക്കാർ ജോലി ചേച്ചിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിന് മീഡിയ ഹൈപ്പൊക്കെ വരുന്നത്. ജോലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മീഡിയ ഹൈപ്പ് വരുന്നു. അപ്പോൾ മീഡിയ ഒക്കെ അവിടെ തമ്പടിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ടുഡേയിലോ അതേപോലെ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ആൾക്കാർ അവിടെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവർ വളരെ അടിപൊളിയായിട്ടൊരു ഡോക്യുമെൻ്ററി എടുക്കുന്നു. അതായത് ഹൈ റേഞ്ച് ഏരിയയിൽ നിന്നും കൂടത്തായിലേക്ക് വന്നിട്ട് അവിടെ സെറ്റിൽ ആവും. റേഞ്ച് ഏരിയയിൽ അറിയാലോ, അധികം ഒരു ഡിഗ്രി വരെയൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു വർക്കിംഗ് ക്ലാസ് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നു, കല്യാണം കഴിച്ചു വരുന്നു. ഈ കല്യാണം കഴിക്കുന്നതിലും ആ ഫാമിലിയിലുള്ള ഒരാളെ പ്ലാൻ ചെയ്ത് പ്രേമിക്കുന്നതായിട്ടും അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷേ പ്ലാൻ ചെയ്തിട്ടാണ് പ്രേമിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാവും. ആളെ കല്യാണം കഴിക്കുകയും പിന്നെ അവിടെ വന്നിട്ട് ആ കുടുംബത്തിൽ സ്വാധീനം ഉണ്ടാക്കാനും ആ കുടുംബത്തിലെ പൊസിഷൻസ് കിട്ടാനും അതേപോലെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനത്തെ ഒരു രീതിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് അതിന് വേണ്ടി ചെയ്തിട്ടുള്ള കള്ളങ്ങൾ പുറത്തു വരാതിരിക്കാനും ആ ഒരു പൊസിഷനും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസും മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൂടുതലായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളാണത്. അത് ഈവൻ സ്വന്തം ഭർത്താവിൻ്റെ ഫാദറിനെ, സ്വന്തം ഭർത്താവിൻ്റെ മദറിനെ, സ്വന്തം ഭർത്താവിൻ്റെ റിലേറ്റീവ്സിനെ, ഫസ്റ്റ് കസിനെ, അതേപോലെ തന്നെ ആളുടെ കുട്ടീനെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏറ്റവും അവസാനം മകൻ ഇതിനകത്ത് അമ്മയോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ജോളിനോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് പോലീസിന് ഇതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് കൂടുതലായിട്ട് പറയണില്ല. ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് ഈ ഡോക്യുമെൻ്ററിയിലുണ്ട്, നിങ്ങളൊന്നുകൊണ്ട് കാണുക കേട്ടോ. ഇത് പത്രത്തിലെ ന്യൂസും ആ കാര്യങ്ങളൊന്നും ഞാൻ അധികം ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കുറ്റാന്വേഷണ കഥ പോലെ തന്നെയാണ് ഇത് പോകുന്നത്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട് സംഭവം. ഇതൊരു അടിപൊളി സംഭവമാണ്. ഏറ്റവും അവസാനം എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നു എന്നുള്ളത് അതൊക്കെ അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. കാരണം പോലീസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണേക്കാൾ മുമ്പ് നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ഇത് മനസ്സിലാക്കി പോലീസിനോട് പറഞ്ഞ തെളിവുകൾ കൊടുക്കുന്നതും അതിനെ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുള്ളിക്കാരി ട്രാപ്പ് ആവുന്നതൊക്കെയാണ്. സോ നിങ്ങൾ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. കണ്ടവരുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
ബൈ ബൈ.